എന്ന് വെച്ചാൽ കംപ്ലൈൻസ് ഒക്കെ വളരെ കുറഞ്ഞ വണ്ടി. അതായത് ഈ എഞ്ചിനാണ് കുറെ വാഹനങ്ങളിൽ ഈ എഞ്ചിനാണ് സ്വിഫ്റ്റിലും എല്ലാത്തിലും വന്നുകൊണ്ടിരുന്നത്. മൾട്ടിജെറ്റ് എഞ്ചിനാണ് വന്നത്. ഇത് ഈ ബോൾട്ടും സെസ്റ്റിലാണ് ടാറ്റയിൽ ലാസ്റ്റ് ആയിട്ട് വന്നത്. അതോടെ പിന്നെ ഈ ടാറ്റ ഇത് നിർത്തി. പിന്നെ ടാറ്റയുടെ സ്വന്തം എഞ്ചിനിലാണ് ടിയാഗോ ഇറക്കിയത്. ഷേപ്പ് മാറിയാലാണ് എന്നാ വന്നത്. പഴയ ഷേപ്പിൽ W10 ഇല്ല. ഈ ഷേപ്പിൽ W10 ഉണ്ട്. ഇതിൻ്റെ അകത്ത് W8 കൊണ്ട് എയർ ബാഗ് 6 AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം, ലെതർ സീറ്റ്, പിന്നെ കിലോമീറ്റർ 65. പിന്നെ സർവീസ് കോസ്റ്റ് ഒരു 5,000 ആ റേഞ്ചിൽ വരിക ഏകദേശം. കമ്പനി ചെയ്യുമ്പോൾ റേറ്റ് വന്നിട്ട് 2,85,000. പോളോന് ഈ മോഡൽ ഈ ടൈപ്പിന് ടാമ്പർ ചെയ്യാൻ അങ്ങനെ പറ്റില്ല, മീറ്റർ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. അത് ശരി. പോളോ വെൻഡോ സ്കോഡൻ്റെ വണ്ടികൾ മോഡൽ കുറഞ്ഞത് ടാമ്പർ ചെയ്യാം, കൂടിയത് ടാമ്പർ ചെയ്യാൻ കുറച്ച് പ്രയാസം. അപ്പോൾ ഇത് 14 മോഡലാണ്, 95,000 രൂപയുടെ ഹൈലൈൻ ഡീസൽ വണ്ടി, 1.5. നല്ല പവർ ഉണ്ടാവും, നല്ല മൈലേജ് ഉണ്ട്. അനിരുദ്ധേ സ്വാഗതം. ഹായ്, എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട്? എക്സാമിലൊക്കെ കഴിഞ്ഞാ? നടന്നുകൊടുക്കാണ്. ഓക്കെ, അപ്പോൾ സൂപ്പർ വീൽസിലാണ് നമ്മളുള്ളത്. സൂപ്പർ വീൽസിനെ പറ്റി അറിയാലോ. നിങ്ങൾ ചോദിച്ചുകൊടുക്കുന്നുണ്ടായിരുന്നു പലരും വീഡിയോയിൽ കമൻസിൽ, സൂപ്പർ വീൽസ് എന്താ ചെയ്യാത്തത്? ഞാനാണോ ചെയ്യാത്തത്? എന്താണ് വണ്ടി വിലപ്പാകത്തിന് കിട്ടണ്ട, നല്ല നമുക്ക് വീഡിയോ ചെയ്യാം. അതെ, അങ്ങനത്തെ വിലപ്പാകത്തിന് വണ്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഈ 5-8 വർഷമുള്ള പഴക്കത്തിനാണ് അത് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഇപ്പം എൻ്റെ വണ്ടിക്ക് അത്രയും പഴക്കമുണ്ട്, പക്ഷെ എൻ്റെ വണ്ടി ക്വാളിറ്റിയാണ്. ഓക്കെ, അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടികൾ ഓടിച്ച് നിങ്ങൾക്ക് എടുത്താൽ പണി കിട്ടാത്ത രീതിയിലുള്ള വണ്ടികൾ അല്ലേ? മാക്സിമം നോക്കിയിട്ടാണ് എടുക്കൽ എല്ലാ വണ്ടികളും. നല്ല വണ്ടികളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈദ് വരാൻ പോവാണ്. ഈദിനായിട്ട് ഒരു സമ്മാന എപ്പിസോഡ് അങ്ങനെ എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അത്രയും വിലപ്പാകുള്ള സ്ഥലമാണ്. കോഴിക്കോട് ജില്ലയിലെ പാറോപ്പടിയാണ് ലൊക്കേഷൻ വരുന്നത്. വയനാട് റൂട്ടിൽ പാറോപ്പടി ഓട്ടോ സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിൽ. അതെ. ഓക്കെ, കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ഏതൊക്കെ സെഗ്മെന്റ് ഉണ്ട് എൻ്റെ ഇതിൽ നിന്ന്? എല്ലാ സെഗ്മെന്റ് ഉണ്ട്. XUV500 ഉണ്ട്, പിന്നെ പസാറ്റ് ഉണ്ട്, പിന്നെ ചെറിയ വണ്ടികളുണ്ട്. i10, ഡീസൽ സെഡാൻ ഉണ്ട്, പെട്രോൾ സെഡാൻ ഉണ്ട്. ഓക്കെ, എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. മാരുതിന്റെ വണ്ടി നിലവിൽ ഒന്നും സ്റ്റോക്കില്ല, ബാക്കി ബാക്കിയെല്ലാം ഉണ്ട്. എന്നാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ വിട്ടുപോകും. നിങ്ങളുടെ ആർക്കെങ്കിലും കാറ് വേണമെന്നുണ്ടെങ്കിൽ നല്ല ബഡ്ജറ്റിൽ വണ്ടി കൊണ്ടുപോകും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യ വാഹനം ടൊയോട്ടയുടെ കൊറോള അൾട്ടിസ് ആണ്. KL14 കാസർഗോഡേക്ക് റിയായതാ? അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 അൾട്ടിസ് പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് സീറ്റ് വരുന്ന വേരിയന്റ്. ഓക്കെ, എല്ലാ സാധനങ്ങളും വരും. ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇലക്ട്രിക് സീറ്റ്. പേപ്പർ ഇപ്പോൾ 29 രൂപ. പുതിയ റിന്യൂവൽ എടുത്തതാണ്. 2009 അതിനെ കൊണ്ട് 29 വരെ. കഴിഞ്ഞ വർഷം റിന്യൂവൽ എടുത്തത് 29 മെയ് വരെ ഉണ്ടാവും പേപ്പർ. ഇൻഷുറൻസ് പുതിയതാണ്. ടയേഴ്സ് ഒക്കെ ഗുഡാണ്. എത്ര ഓട്ടോ എത്ര കാണിക്കുന്നത്? 1,37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,37 പെട്രോള് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, എത്രയാണ് ചോദ്യം? എത്രയാ ഇത്? 1,90,000 ചോദിക്കുന്നത്. അതിൽ ലോണ് കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. ഇല്ല, 1,95,000 പെട്രോള് ഫുൾ ഓപ്ഷൻ. ഈ ഒരു അൾട്ടിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒറിജിനൽ കേരള വണ്ടിയാണ്. മൈലേജ് ഏകദേശം ഒരു ടൗണിൽ ഒരു 10, ഹൈവേയിൽ ഒരു 13, അതാണ് കിട്ടുക. സർവീസ് കോസ്റ്റ് ടൊയോട്ടന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു 5,000-6,000 ആ റേഞ്ചിൽ വരും. പുറത്ത് ചെയ്യാൻ 3-4 രൂപ അല്ല വലിയ ചെയ്യും. ഓക്കെ, അടുത്ത വാഹനം നിസാൻ സണ്ണി. ഇത് ഡീസൽ. നല്ല മൈലേജിൽ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ? ലോ കോസ്റ്റ് മെയിൻ്റനൻസിൽ കൊണ്ടു നടക്കാൻ പറ്റും. KL32 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 സണ്ണിയാണ്. കിലോമീറ്റർ 1,40,000 ഓടിയിട്ടുണ്ട്. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. എക്സൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. എക്സലിൽ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ കാര്യങ്ങൾ, എയർ ബാഗ്, ABS, ക്ലൈമറ്റ് AC, പിന്നെ അലോയ്സും ഉണ്ട്. അലോയ്സ് ഇട്ടതാണ്. അലോയ്സ് ഇട്ടുണ്ട്. ടയേഴ്സ് 4 ഗുഡാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 13 ഓട്ടോ എത്ര പോയി? 12 മോഡൽ. 12 ഓട്ടോ 1,40,000. 1,40,000 ഡീസൽ മിഡിൽ ഓപ്ഷൻ എക്സൽ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. പുഷ് ബട്ടൺ മാത്രമേ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതായത് അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അലോയ്സും പുഷ് ബട്ടണും ആണ് വരുന്നത്. അതിൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, എത്രയാ ചോദ്യം? എത്രയാ ഇത്? നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 1,90,000 കൊടുക്കാം. 1,90,000 രൂപയ്ക്ക് 2012 വണ്ടി. ഒരു 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവില്ലേ?
20ന് മുകളിൽ മൈലേജ് കിട്ടുന്നതാണ്. 20 നമുക്ക് പറയാം. നമ്മൾ പറയാം ഡീസൽ അതിനെ കൊണ്ട് ലോൺ കിട്ടലുണ്ടാവില്ല. 12 മോഡൽ ലോൺ കിട്ടലുണ്ടാവില്ല. അടുത്ത വണ്ടിയിലേക്ക് i10 ഗ്രാൻഡ്. അടുത്ത വാഹനം KL45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2016 ഗ്രാൻഡ് ആയിട്ട് നിറയാണ്. പെട്രോൾ വേരിയന്റ് ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഓക്കെ. അതിൽ ഇറയാനെ കൊണ്ട് 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, അതിൽ ഫോഗ് ലാംപ്സും ഉണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം, ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ, ഒരു ഇതെല്ലാം സാധനങ്ങളും ഉണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പവർ വിൻഡോസ് ചെയ്തിട്ടില്ലല്ലോ? ഫ്രണ്ടിൽ പവർ വിൻഡോ ഉണ്ടോ? ബാക്കിൽ ചെയ്തില്ല. പിന്നെ കിലോമീറ്റർ 65. പിന്നെ സർവീസ് കോസ്റ്റ് ഒരു 5,000 ആ റേഞ്ചിൽ വരിക ഏകദേശം. കമ്പനി ചെയ്യുമ്പോൾ റേറ്റ് വന്നിട്ട് 2,80,000. നമ്മൾ പുറത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്താൽ ഒരുമാതിരി പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു 3,000 ഫിൽറ്റർ ഓയിൽ ചേഞ്ച്. ഹുണ്ടായൊക്കെ എനിക്ക് ഒന്ന് കമ്പനി ചെയ്യുന്നതല്ല, അത്ര പൈസയേ ഉള്ളൂ. 5-6 രൂപ എടുത്താൽ കമ്പനി ചെയ്യാം. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൊയോട്ട അതൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ച്. ടൊയോട്ട ഹോണ്ട ഒക്കെ കമ്പനി കയറിയാൽ കുറച്ച് ഒരു 7-8 രൂപയ്ക്ക് വരും. 7 രൂപ വരും. അതൊക്കെ നിങ്ങൾ പുറത്ത് നിസാനാണെങ്കിലും എനിക്ക് തോന്നുന്നു കമ്പനിയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു 8 രൂപയ്ക്ക് വരും. അത് നേരെ പകുതിക്ക് നമുക്ക് കമ്പനി വെറും പൈസ കൊടുത്താവണ്ടല്ലേ, അവർ കറക്റ്റ് മാറ്റേണ്ട സാധനമൊക്കെ മാറ്റും. അതാണ്. പിന്നെ അവർക്ക് GST ബില്ല് ഇടാതെ ആവശ്യമുള്ള മാത്രമേ മാറ്റൂ. അതല്ല, പിന്നെ GSTന്റെ ബില്ലും വരുമ്പോൾ ഒരു 20%, 18% GST കയറുള്ളൂ. അതെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ബാക്കി റേറ്റ് നമ്മൾ പറഞ്ഞു 285 ആണ്. സർവീസ് കോസ്റ്റ് പറഞ്ഞു. മൈലേജ് സിറ്റിയിൽ ഒരു 12, ഹൈവേയിൽ ഒരു 15. കാപ്പ എഞ്ചിനാ വരിക. അപ്പോൾ 285. അതിൽ ലോൺ ഏകദേശം ഒരു 225 ചെയ്യും. അത്രയും കിട്ടും. ഒരു 60,000 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഓക്കെ. അടുത്ത വണ്ടി മഹീന്ദ്ര XUV500 KL 3 രജിസ്ട്രേഷൻ വാഹനമാണ്. അടുത്തത് ഫുൾ ഓപ്ഷൻ. ഇത് ഏറ്റവും ഫുൾ അല്ല, W10 അല്ല, W8 ആണ്. 8 ഏതാ മോഡൽ? 15 മോഡൽ. 2015 സിംഗിൾ ഓണർ W8. കിലോമീറ്റർ 1,43,000. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 15 W10 ഉണ്ടോ? W10 സൺറൂഫ് വണ്ടിയുണ്ട്. W10 വരുമ്പോൾ സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. ഇതിൽ സൺറൂഫും പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഇല്ല. ഇതിൽ എയർ ബാഗ് ഒക്കെ 8 തന്നെ ഉണ്ടാവും. 8-6 എയർ ബാഗ് വരുന്നുണ്ട്. 15 തന്നെ ഈ ഷേപ്പ് മാറുന്നത്? 15 ഈ ഷേപ്പ് മാറുന്നത്. ഷേപ്പ് മാറിയാലാണ് എന്നാ വന്നത്. പഴയ ഷേപ്പിൽ W10 ഇല്ല. W8 ഫുൾ ഓപ്ഷൻ. ഈ ഷേപ്പിൽ W10 ഉണ്ട്. ഇതിൻ്റെ അകത്ത് W8 അതിനെ കൊണ്ട് എയർ ബാഗ് 6 AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം, ലെതർ സീറ്റ്, ഇലക്ട്രിക് മിറർ, ക്രൂസ് കൺട്രോൾ. സീറ്റ് ഇലക്ട്രിക്കാ? അല്ല, സീറ്റ് നോർമൽ. അത് എനിക്ക് W10 ഇലക്ട്രിക് സീറ്റ്. ഒരുവിധ സാധനങ്ങളെല്ലാം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാം കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. പിന്നെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈലേജ് ഏകദേശം ഒരു 12 മുതൽ 15 വരെ. അത്ര കിട്ടുക? അതാണ് മീറ്ററിൽ കാണിക്കുന്നത്. 15ന്റെ മുകളിലൊക്കെ കാണിക്കും നല്ലോണം പോലെ ഓടിച്ചാൽ. 12 മതി. അല്ല, പാർട്ട്ണറിന്റെ അടുത്ത് ഇതാണല്ലോ ഉള്ളത്. അവന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടായി പറയുന്നത് 12 കിട്ടും എന്തായാലും. 15-12 എന്തായാലും ഡെഫിനറ്റ്ലി കിട്ടും. എത്ര ചോദ്യം? എത്ര ഇത് നമുക്ക് 695 കൊടുക്കാം. നമ്മൾ കിലോമീറ്റർ പറഞ്ഞു 143. 695 കൊടുക്കുക. അതിലൊരു 5.5 ലക്ഷം രൂപ ലോണും ചെയ്യാം. ഒറിജിനൽ കേരള വണ്ടി W8 ആണ്. അതായത് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ അല്ല. ഏകദേശം കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യാൻ വെച്ചാൽ ഒരു 10 രൂപ വരും സർവീസ് ചെയ്യാൻ. പുറത്ത് ചെയ്യാൻ വെച്ചാൽ ഒരു 5-6 രൂപ. ഓക്കെ. അടുത്ത വണ്ടി കണ്ടാ ചെറുത് മാത്രമൊന്നുമല്ല, പ്രീമിയം സെഗ്മെന്റ് ഉണ്ട്. ഫോക്സ് വാഗൺ പസാട്ടാണ്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010 മോഡൽ പസാറ്റാണ്. റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. 2030 വരെ 30 മാർച്ച് വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ. അതായത് കറക്റ്റ് 4 വർഷം അല്ലേ? മാർച്ചായി ഇത്? 4 വർഷം കറക്റ്റ് 4 വർഷം. അതെ. ഓക്കെ. ഇത് അതിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ഹൈലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ കുറച്ച് ഓടിയതേ ഉള്ളൂ. 63 ഓടിയതേ ഉള്ളൂ. അതിൽ 60 വരെ കമ്പനി സർവീസും ഉണ്ട്. ഓക്കെ. ലിസ്റ്ററിൽ അത് ഓക്കെയാണ്. ജെന്യൂൻ കിലോമീറ്ററിനെ. ഓക്കെ. വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. വണ്ടി നമ്പർ ഉണ്ടല്ലോ, ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ. പിന്നെ ടയർസ് 4 ഗുഡ് ന്യൂ ടയർസ് ആണ്. വാണിംഗ് ലൈറ്റ് ഒന്നുമില്ല. പക്കയാണ് വണ്ടി. എല്ലാം ഗുഡാണ്. എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ ഗുഡാണ്. വാണിംഗ് ലൈറ്റ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ പ്രീമിയം വണ്ടിയൊക്കെ കുറച്ചൊന്ന് ഓടിച്ച് നോക്കിയാൽ തന്നെ അവരെന്തൊക്കെ ചെയ്ത് വെച്ചാണ് കുറച്ച് ഓടിക്കുമ്പോൾ തന്നെ കത്തും. ഓട്ടോമാറ്റിക്കലി കത്തും. പിന്നെ സൺറൂഫ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അതിനെ കൊണ്ട് 6 എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാ സാധനം വർക്കിംഗ്. 6 എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇലക്ട്രിക് സീറ്റ്, സീറ്റിൽ ഹീറ്റർ ഉണ്ട്. പിന്നെ സൺറൂഫ്, ഹെഡ്ലൈറ്റ് വാഷർ, എല്ലാ ക്രൂസ് കൺട്രോൾ, എല്ലാ സാധനം വരുന്നു. ഒന്നും പറയാനില്ല. അന്നത്തെ പ്രീമിയം സെഗ്മെന്റ് ആണ്. അതെ. അന്ന് ഇറങ്ങിയ സമയത്ത് 25 ആ റേഞ്ചിൽ വന്ന വണ്ടിയാണ്.
ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 40 lakhs ആ റേഞ്ചിലാണ് ഇത് വിറ്റുകൊണ്ടിരുന്നത് പ്രസന്റ്. ഇത് നമുക്ക് ചെറിയൊരു പൈസ കൊടുക്കാം. എത്രയാ? 2.95 കൊടുക്കാം. 2,95,000 രൂപയ്ക്ക് ഫോക്സ് വാഗൺ പസാട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2030 വരെ പേപ്പറിൽ നിൽക്കുന്ന വാഹനമാണ്. പെട്രോൾ ഇത് വരും? അല്ല, ഡീസൽ ഓട്ടോമാറ്റിക്. അത് ഓക്കെ. ഡീസൽ അത്യാവശ്യം മൈലേജ് ഉണ്ട്. അത് 2 ലിറ്റർ DD ഏകദേശം ടൗണിൽ ഒരു 14-15 കിട്ടും, ഹൈവേയിൽ ഒരു 18 കിട്ടും. ഡീസൽ ആയതുകൊണ്ട് ഇതിന്റെ ഇഞ്ചക്ടർ സൈഡ് എന്തെങ്കിലും? അല്ല, ഇത് പക്ക വണ്ടിയാണ്. എല്ലാം ഓക്കെയാണ്, നിലവിലെല്ലാം ഓക്കെയാണ്. ലോൺ കിട്ടുമല്ലോ? ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് ഒരു 2015-14 കാണിച്ചല്ലേ നമുക്ക് ലോൺ കിട്ടുള്ളൂ. ഈ ഒരു റേറ്റിനുള്ള വണ്ടിക്കൊന്നും ലോൺ കിട്ടില്ല. ഓക്കെ. അപ്പോൾ പെർഫോമൻസും നല്ല സേഫ്. DSG ഗിയർ ബോക്സ് വരുന്നത്, അത് പറയാൻ പറഞ്ഞേ. 6 സ്പീഡ് DSG ഗിയർ ബോക്സ് വരുന്നത്, നല്ല പെർഫോമൻസ് ഉണ്ടാവും. പെർഫോമൻസ് സേഫ്റ്റി എല്ലാം കൂടി വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. ചെറിയൊരു ബഡ്ജറ്റിന്. പക്ഷേ ചെറിയൊരു ബഡ്ജറ്റാണ്. പക്ഷേ എടുത്താൽ ഇവരെ വളർത്തി കൊണ്ടുപോകണമെങ്കിൽ പാർട്സിന് അത്യാവശ്യം റേറ്റ് വരും. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. പാർട്സ് അത്യാവശ്യം റേറ്റ് വരും. കമ്പനിയിൽ നിന്ന് ചെയ്യൽ നമുക്ക് പ്രാക്ടിക്കലി സർവീസ് ചെയ്തുകൊണ്ടെങ്കിൽ പ്രാക്ടിക്കലി നടക്കണ്ടാവില്ല. വണ്ടിക്കാകെ അത്ര പൈസ റേറ്റിനാണ് വണ്ടി എടുക്കുന്നത്. കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യണമെങ്കിൽ സർവീസ് ചെയ്യാം, 15 രൂപ 14 രൂപ സർവീസ് ചെയ്യാം. പക്ഷെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ വന്നാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ പുറത്തുള്ള വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തുകൊണ്ട് വരും. ഒരു പോളോ ഉപയോഗിക്കുന്ന ആരോടെങ്കിലും വെറുതെ ഒന്ന് ചോദിച്ചു, അതിന്റെ മെയിൻ പോളോ തന്നെ നമുക്ക് പുറത്തുനിന്ന് തന്നെ സർവീസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഏകദേശം ഓയിലും കാര്യങ്ങളൊക്കെ സെയിം പോളോ തന്നെ വരാം, പക്ഷേ എക്സ്പെൻസീവ് ആയിരിക്കും. അതെ. അപ്പോൾ നോക്കാം, താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടി നേരത്തെ നമ്മളൊരു SUV സൈസ് 7 സീറ്റർ കണ്ടു. അടുത്തത് ഒരു മിഡ് സൈസ്, ഒരു ചെറിയ 7 സീറ്ററാണ്. ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ്. ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള 7 സീറ്റർ. മറ്റേത് പറഞ്ഞാൽ ബഡ്ജറ്റ് കൂടി ഒരു ലക്സറി ടൈപ്പ് 7 സീറ്ററാണ്. ഒരു നോർമൽ 7 സീറ്റർ ആണ്. അതിൽ ബാക്കിൽ ചെറിയ സീറ്റുകളാണ് ഉണ്ടാവും. അതായത് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ 2-3 കുട്ടികളൊക്കെ ഉണ്ട് ബാക്കിൽ സുഖമായിട്ട് ആ ഒരു പർപ്പസിനുള്ള 7 സീറ്റർ. ബാക്കിയുള്ള വലിയവർക്ക് മുന്നേ കയറിയിരിക്കാം. കുട്ടികൾ കൂടി ആകുമ്പോൾ ഒരു 5 സീറ്റർ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇത് ഫ്രണ്ടിലും മറ്റേ ജോയിന്റ് സീറ്റ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 3 ആക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പിന്നെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ 2015 ഡാറ്റ്സൺ ഗോ പ്ലസ് T എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. T എന്ന് വെച്ചാൽ അതിൽ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ കമ്പനി ഒരു മ്യൂസിക് സിസ്റ്റം കൊടുക്കും. അതാണ് ഈ T എന്ന് പറഞ്ഞ വേരിയന്റിൽ ഉണ്ടാവുക. 15 കിലോമീറ്റർ 85,000 ഓടിയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കാലിക്കറ്റ് രജിസ്ട്രേഷൻ തന്നെ വണ്ടി വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു പെയിന്റ് ടച്ചപ്പ് ഒക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദ്യം? 15 നമുക്ക് 155 കൊടുക്കാം. 155 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത് വളരെ ചാൻസ് ആണ്. 7 സീറ്ററിന്റെ ഒന്നും പറയാം, വേറെ ഒരു വണ്ടി ആ പ്രൈസിന് കിട്ടില്ല. അതിൽ മൈലേജും അത്യാവശ്യം തെറ്റില്ലാത്ത മൈലേജും കിട്ടും. ഒരു എനിക്ക് തോന്നുന്നു 3 സിലിണ്ടറിനെ കൊണ്ടൊരു ഹൈവേയിൽ ഒരു 17, ടൗണിലൊരു 13 കിട്ടണം. 13-14 ആ റേഞ്ചിൽ മൈലേജും കിട്ടും. ഓക്കെ. പിന്നെ ലോണും കിട്ടും ഈ വണ്ടിക്ക്. ഇതിനൊരു 90 രൂപ ലോണും ചെയ്യാം. 90 രൂപ അത്യാവശ്യം നല്ല ഇതൊക്കെ ട്രാക്കും കാര്യങ്ങളും മോഡൽ ഉണ്ടല്ലോ. ആ മോഡൽ ഉള്ളതിനെ കൊണ്ട് ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ വെച്ചാൽ സർവീസ് കോസ്റ്റും കുറവായിരിക്കും. പെട്രോളാണ്, അതുകൊണ്ട് ഒരു സർവീസ് സെന്റർ തന്നെയാണ്. നിസാൻ മൈക്രോയിൽ വരുന്ന സെയിം ഇഞ്ചിനാണ്. 1.1 ഇഞ്ചിനായി വരാം. സർവീസ് കോസ്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് ചെയ്യാന്ന് വെച്ചാൽ ഒരു 4,500 ആണെന്ന് തോന്നുന്നുണ്ട്. പുറമേ നിന്ന് 2 രൂപ ആ റേഞ്ചിൽ സർവീസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും ഉപകാരമായിരിക്കും. ചെറിയൊരു വണ്ടി, വലിയ വലുപ്പം ഇല്ല, എന്നാൽ അങ്ങനെ കൊണ്ടുനടക്കും. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ 7 സീറ്റർ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ സീറ്റ് ഊരി സെയിൽസിനും കൊണ്ടുപോകാം. സീറ്റ് ഊരി കളഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ടാവും. അതിനും പറ്റിയ വണ്ടിയാണ്. അടുത്തത് ടാറ്റ ബോൾട്ട്. അതെ, KL 67 രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 ബോൾട്ടാണ്. കിലോമീറ്റർ 140 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിളാണ്. ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിന് മറ്റേ ഫിയറ്റിൽ വരുന്ന ക്വാഡ്രജറ്റ് ആ എഞ്ചിൻ്റെ വരുന്നത്. മൈലേജ് ഉണ്ടാവും, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഇത് 1,23,000 വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. ബാക്കി എത്ര? ഇപ്പോൾ 140 ഓടിയിട്ട് 140. ഓക്കെ. ടയേഴ്സ് സർവീസ് അങ്ങനെ പുറത്തുനിന്ന് പോയി? ഒരു സർവീസ് ഒക്കെ പുറത്ത് പോയിട്ടുണ്ടാവും. ടയേഴ്സൊക്കെ ഗുഡാണ്. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ടച്ച് സ്ക്രീൻ സിസ്റ്റം, അത്ര സാധനങ്ങളുള്ള XC എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ബേസ് ആണല്ലോ. അതെ, അതിൽ ഇത് എല്ലാ സാധനങ്ങളും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ മൈലേജ് വന്നിട്ട് ഒരു 18-20 ആ റേഞ്ചിലാണ് നമുക്ക് മൈലേജ് കിട്ടുക. അതായത് പഴയ വെസ്റ്റല്ലേ, സെയിം സാധനം തന്നെ. അതിൻ്റെ മാറ്റി ഇറക്കിയതാണ്, റിഫ്രഷ് ചെയ്ത് ഇറക്കിയതാണ് ബോൾട്ട്. ഈ വണ്ടിയോടെ ഇതും സെസ്റ്റിലോടെ ഈ ക്വാഡ്രജറ്റ് എഞ്ചിൻ പിന്നെ കിട്ടാനില്ല. പിന്നെ ടാറ്റൻ്റെ എഞ്ചിനാണ് ഇറങ്ങിയത്. ഇത് റിലയബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. വേറെ ഇഷ്യൂ എന്ന് വെച്ചാൽ കംപ്ലൈൻസ് ഒക്കെ വളരെ കുറഞ്ഞ വണ്ടിയാണ്. ഈ എഞ്ചിനാണ് കുറെ വാഹനങ്ങൾ. ഈ എഞ്ചിനാണ് സ്വിഫ്റ്റിലും എല്ലാത്തിലും വന്നുകൊണ്ടിരുന്നത്. മൾട്ടിജെറ്റ് എഞ്ചിനാണ് വന്നത്. ഇത് ഈ ബോൾട്ടും സെസ്റ്റിലാണ് ടാറ്റയിൽ
ലാസ്റ്റ് ആയിട്ട് വന്നു. അതോടെ പിന്നെ ഈ ടാറ്റ ഇത് നിർത്തി. പിന്നെ ടാറ്റന്റെ സ്വന്തം എഞ്ചിനിലാണ് ടിയാഗോ ഇറക്കിയത് ഡീസൽ. അതെ, തീർച്ചയായും. അപ്പോൾ എത്ര ചോദ്യം എത്ര? ഇത് നമുക്ക് 2,25,000 രൂപ കൊടുക്കാം. 2.5 ലക്ഷം അല്ലേ? അതിൽ ലോണിൻ്റെത് നോക്കി നോക്കാം. ഒരു 160 ഒക്കെ നമുക്ക് ശ്രീരാം അങ്ങനത്തെ ഇതിൽ ലോൺ ട്രൈ ചെയ്തേക്കാം. പിന്നെ എന്താ നല്ല ഇരുമ്പിന്റെ ചട്ടക്കൂടാണ്, നല്ല സേഫ്റ്റിയാണ്, നല്ല സേഫ്റ്റിയാണ്, നല്ല കംഫർട്ട് ഉണ്ടാവും. നല്ല കംഫർട്ടാണ്. പിന്നെ മെയിൻ്റനൻസും കുറവാണ്. അതുകൊണ്ട് നമുക്ക് കുറെ ടാക്സികളും ഇതൊക്കെ ഈ സെസ്റ്റും ബോൾട്ടും കാണാം. കാരണം മെയിൻ്റനൻസ് കുറവായതിനെ കൊണ്ടാണ്. അതെ. അടുത്ത പോളോ വന്നു. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ. ഇത് ഡീസലാണോ പെട്രോളോ? ഇത് ഡീസൽ പോളോ ഫുൾ ഓപ്ഷൻ ഹൈലൈൻ. ഓക്കെ. ഇത് 2014 1.5 ആണ്. പോളോയിൽ 2 ഇഞ്ച് വന്നിട്ടുണ്ടല്ലോ. അതിൽ 1.2 ഉണ്ട്, 1.5 ഉണ്ട്. 14ലാണ് 1.5. 14 മുതൽ 19 വരെ 1.5. പിന്നെ 1 ലിറ്ററിലേക്ക് പോയി. പിന്നെ ഡീസലില്ല, പിന്നെ പെട്രോൾ 1 ലിറ്റർ PSI പെട്രോൾ അത് പോയി. 1.2 മാറി 1 ലിറ്റർ ആയി പെട്രോളിൽ. 1.2 കഴിഞ്ഞാൽ മാറി 1 ലിറ്റർ ആയി. ഇതിൻ്റെ അകത്ത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഡ്യുവൽ എയർ ബാഗ്, ABS AC പവർ സ്റ്റിയറിംഗ്, 4-door power window, സെൻട്രൽ ലോക്ക്, അലോയ്സ്, ക്ലൈമറ്റ് AC വരിക, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി മ്യൂസിക് സിസ്റ്റം, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക് മിറേഴ്സ്, ഇത്ര സാധനങ്ങളാണ് വരിക. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡാണ്. കിലോമീറ്റർ കുറവാണ് ഓടിയത്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 95 ഓടിയിട്ടുള്ളൂ. അത് വെച്ചാൽ ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 95 ഓടിയില്ലെന്നല്ല, 10 വർഷം കൊണ്ടാണ് 1,30,000 1,40,000 ഒക്കെ എത്തണ്ടാവും. അധികം 1 lakhന് താഴെയുള്ള പോളോ ഈ ഒരു ഇയറിലുള്ള കുറവായിരിക്കും. കിലോമീറ്റർ അങ്ങനെ ടാമ്പർ ചെയ്താൽ കറക്റ്റ് കിലോമീറ്റർ. പോളോന് ഈ മോഡൽ ഈ ടൈപ്പിന് ടാമ്പർ ചെയ്യാൻ അങ്ങനെ പറ്റില്ല, മീറ്റർ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. അത് ശരിയാ. പോളോ എൻഡോ സ്കോഡൻ്റെ വണ്ടികൾ മോഡൽ കുറഞ്ഞത് ടാമ്പർ ചെയ്യാം, കൂടിയത് ടാമ്പർ ചെയ്യാൻ കുറച്ച് പ്രയാസം. അപ്പോൾ ഇത് 14 മോഡലാണ്, 95,000 രൂപയുടെ ഹൈലൈൻ ഡീസൽ വണ്ടി, 1.5. നല്ല പവർ ഉണ്ടാവും, നല്ല മൈലേജ് ഉണ്ടാവും. നല്ല പവർ ഉണ്ടാവും. മൈലേജ് ഹൈവേയിൽ ഒരു 20+ കിട്ടും, 22 ആ റേഞ്ചിൽ കിട്ടും. ടൗണിൽ ഒരു 15-16. RPM എത്ര കത്തിച്ചാലും ഒരു 18 റേഞ്ച് എത്താലും കിട്ടും. നല്ല മൈലേജ്. എത്ര ചവിട്ടി കത്തിച്ചാലും 18 റേഞ്ച് മൈലേജ് കിട്ടും. സർവീസ് നമ്മൾ നേരത്തെ വോൾസ്വാഗൻ്റെ പറഞ്ഞ പോലെ കമ്പനിയിൽ നിന്ന് ചെയ്യാൻ വെച്ചാൽ ഒരു 12 രൂപ 13 രൂപ. അത് 15,000 കിലോമീറ്ററിലാണ് വോൾസ്വാഗൻ്റെ സർവീസ് വരിക. ബാക്കി വണ്ടികൾക്ക് 10ലാണ് വരിക. വോൾസ്വാഗൻ സ്കോഡ 15ലാണ് വരിക. അപ്പോൾ പുറത്ത് ചെയ്യാൻ വെച്ചാൽ 5,000 രൂപയ്ക്ക് ചെയ്യാം. പ്രൈസ് പറഞ്ഞല്ലോ? ഇല്ല, പ്രൈസ് വന്നിട്ട് നമുക്കിതൊരു 3,50,000 കൊടുക്കാം. അതിലൊരു 285 വരെ ലോണും ചെയ്യാം. ഓക്കെ. 3,55 14 മോഡൽ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന ഈ ഒരു പോളോ ഉണ്ട്. ഇനി ഒരു 2 ഐറ്റം വരാണ്ട്. അതിൽ ആദ്യത്തെ വാഹനമാണ് KL43 രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 റിന്യൂവൽ എടുത്ത ഐറ്റം ആണ്. 2009 റിന്യൂവൽ എടുത്ത് പറഞ്ഞാൽ 29 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇത് ഓണർഷിപ്പ് സെക്കൻഡ്, കിലോമീറ്റർ 1.25 ഓടിയുണ്ട്. സ്പോർട്സ് വേരിയൻ്റ് ആണ്. ടോപ്പിന് താഴെ വരുന്ന ഓപ്ഷൻ AC പവർ സ്റ്റിയറിംഗ്, 4-door power window, സെൻട്രൽ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം ഉണ്ടാവും. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. മിറർ അഡ്ജസ്റ്റ്മെന്റ് ആ ടൈം ഫസ്റ്റിൽ ഇറങ്ങിയിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ നോർമൽ മിറർ അഡ്ജസ്റ്റ് ഇലക്ട്രിക് ആയിരിക്കില്ല. അടുത്ത വണ്ടിയിൽ മാഗ്നയാണ്, അതിൽ പക്ഷേ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. എത്ര ചോദ്യം? ഇത് നമുക്ക് 1,28,000 കൊടുക്കാം. 1,25 ഓടിയ വണ്ടി, 1,28. റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. റിന്യൂവൽ എടുത്ത 29 വരെ റിന്യൂവൽ സ്പോർട്സ് ഓപ്ഷൻ വരുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് മൈലേജ് ഒരു ബിറ്റ്വീൻ ടൗണിൽ ഒരു 11, 12, ഒരു 15 വരെ അത്ര. ഓക്കെ. ലോൺ കിട്ടില്ല. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഐറ്റം. ഇതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞ വണ്ടി കിട്ടുന്നില്ല അല്ലേ? അതെ. വണ്ടി കിട്ടുന്നില്ല, വണ്ടി കുറവാണ് ഈ പ്രാവശ്യം. നല്ല പ്രൈസിൽ തരണമെങ്കിൽ നല്ല വണ്ടിയാണ് അല്ലേ? നല്ല. പിന്നെ കുറേ വണ്ടി നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി പോകും. പിന്നെ കുറേ ആൾക്കാർ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം തന്നെ എൻക്വയറി ഉണ്ടാവും. അപ്പോൾ അവർക്ക് വണ്ടി കൊടുക്കും. വണ്ടി അതാണ് വീഡിയോ ചെയ്യാൻ ഗ്യാപ്പ് വരുന്നത് മെയിനായിട്ട്. വിലപ്പാകത്തിന് വണ്ടി കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും വേണം നമുക്ക് കൊടുക്കാം. വലിയ വില ഇട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതിൽ കാര്യമില്ല. മാക്സിമം ചാൻസ് അല്ല. അനിരുദ്ധ സൂപ്പർ വീൽസില വിശ്വസിക്കുന്നവര് ഈ റേറ്റിൽ തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ നല്ല വണ്ടിയും കിട്ടണ്ട. നല്ല വണ്ടി കിട്ടണം. അതെ, ഉടമളി വണ്ടി എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പോൾ അവസാനത്തെ ഐറ്റനാണ് KL43 രജിസ്ട്രേഷൻ. ഇത് എങ്ങനെ മോഡലൊക്കെ? ഇത് 2011 ഐറ്റനാണ്. ഇത് മാഗ്ന എന്ന് പറഞ്ഞ പേരുണ്ട്. മാഗ്ന കാപ്പ. ഇത് ഫേസ് ലിഫ്റ്റഡ് വേർഷൻ എന്ന് വെച്ചാൽ ഫേസ് ലിഫ്റ്റ് ആയ വേർഷൻ. അതിൽ ഇലക്ട്രിക് മിറേഴ്സും വരും, 4-door power window, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്. പിന്നെ അതിൽ കസ്റ്റമർ എക്സ്ട്രാ റിവേഴ്സ് ക്യാമറ സെൻസറും ചെയ്തിട്ടുണ്ട്, സ്റ്റീരിംഗ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ എത്ര പോയി? ഇത് കിലോമീറ്റർ 85 ആണ് ഓടിയത്. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇല്ല. വണ്ടി നിലവിൽ ഈ വണ്ടികളൊക്കെ ഓടിച്ചു നോക്കിയിട്ട് അടിപൊളിയാണ്, സ്മൂത്ത് അല്ല? അതൊക്കെ നല്ല വണ്ടികളാണ്, എല്ലാം നല്ല വണ്ടികളാണ്. ഓക്കെ. അതിൻ്റെ അകത്ത് എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് അല്ലേ?
നല്ല വർക്കാണ്. ഇതിൽ റിന്യൂവൽ വരുന്നത് അടുത്ത മാസം റിന്യൂവൽ വരുന്നത്. അപ്പം നമുക്ക് പുതിയ റിന്യൂവൽ എടുത്ത് കൊടുക്കാം. ഇപ്പോൾ മേടിക്കുന്ന ആൾക്ക് 5 കൊല്ലത്തെ പേപ്പർ കിട്ടും. ഒന്നും നോക്കാനില്ല, അതൊരു ബെനിഫിറ്റ് ഉണ്ടോ. ഫുള്ള് നിങ്ങൾ ഫ്രീ ആയിട്ട് ഓടിക്കാം. 5 കൊല്ലം എന്തായാലും യൂസ് ചെയ്യാം. ഓക്കെ. പുതിയ റിന്യൂവൽ എടുത്തിട്ട് നമുക്ക് 1,40,000 രൂപ കൊടുക്കാം. എടുത്തിട്ട് ഓക്കെ. 5 കൊല്ലത്തേക്ക് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പുതിയ റിന്യൂവൽ 1,40,000 2011 മാഗ്ന ഓപ്ഷൻ വരുന്ന ഈ ഒരു i10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1 ലാഖിൻ്റെ ഉള്ളിൽ ഓടിയിട്ടുള്ള 85,000 സംതിങ് ഓടിയത്. മൈലേജ് ഒരു 12 മുതൽ 15 വരെ. ഇത് കാപ്പ 2 ആണ് ഇഞ്ചിൻ വരിക. മറ്റേത് ഫസ്റ്റ് ഇറങ്ങിയത് കാപ്പ എന്ന് പറഞ്ഞ ഇഞ്ചിനാണ്. അപ്പോൾ താല്പര്യം ഉണ്ടായി വിളിച്ചോ. ലോണ് ചാൻസ് ഇല്ലല്ലോ? ഇല്ല, ലോൺ കിട്ടില്ല. ലോൺ ചാൻസ് ഇല്ല. ലോൺ എന്ന് പറഞ്ഞാൽ കൊല്ലം പോകുന്ന പോക്കല്ലേ 2 കൊല്ലം മുന്നേക്കെ 11 അതെ. ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ ബഡ്ജറ്റിൽ ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഓൾട്ടോ ഇയോണ് അതൊക്കെയാണ് 2 ലക്ഷം രൂപേന്റെ ഉള്ളിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വണ്ടി. പിന്നെ ഡാറ്റ്സിന്റെ ഈ ഗോ റെഡി ഗോ അതൊക്കെ കിട്ടും. അല്ലേ, അതാണെങ്കിൽ കൂടി ഒരു 2012-13 മുകളിലോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു 15 മോഡലുള്ള വണ്ടി നമുക്ക് 2 രൂപേന്റെ ഉള്ളിൽ കിട്ടുമല്ലോ. മറ്റേത് ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡ് ലോൺ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ ചെയ്യില്ല, സൈഡ് ലോൺ ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ ബാങ്ക് അങ്ങനത്തെ തന്നെയാണ് അധികം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. അപ്പോൾ സൂപ്പർ വീൽസിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഫോമും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ആർക്കെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ കാറ് നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇങ്ങോട്ടേക്ക് വെച്ചോ, എപ്പോൾ നോക്കുകയാണെങ്കിലും. ഓക്കെ, അനുദിനെ കോൺടാക്ട് ചെയ്താൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് അടിക്കുക, സൂപ്പർ വീൽസ് അടിച്ച് നമ്മളെ വീഡിയോ വരും. അതിനകത്ത് നേരെ നോക്കി ഗൂഗിളിൽ തന്നെ അടിച്ചാൽ മതി, യൂട്യൂബ് സെർച്ച് ചെയ്യില്ല. ശരി. ഓക്കെ, അങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ പറയുന്നു. ഓക്കെ, ബൈ.